Mata Amritanandamayi, born as Sudhamani Idamanil on 27 September 1953 in Parayakadavu, Kollam district, Kerala. Better known as Amma, she is a Hindu spiritual leader and guru who is revered as a saint by her followers. Amritanandamayi has recorded more than 1,000 bhajans or devotional songs in 35 languages. She has also composed dozens of bhajans and set them to traditional ragas. Amma network of charity organizations provides food, housing, education and medical services to the poor. This global network exists in 40 countries around the world. In 2012, Amma featured in the Watkins list of the top 100 most spiritually influential living people in the world. ഞാൻ നമ്മുടെ പ്രധാനമന്ത്രിയെ ഡൽഹിയിൽ മന്ത്രിയാണ്. രണ്ടുപേരും എന്നോട് ചോദിച്ചു, തിരുമേനിക്ക് ഞങ്ങളോട് പറയാനുള്ള കാര്യം എന്താ? അപ്പോൾ ഞാൻ പറഞ്ഞു, കേരളത്തിൽ എല്ലാ മനുഷ്യർക്കും അടിസ്ഥാന ആവശ്യങ്ങളുണ്ടായിരിക്കും. അതാണ്. അപ്പോൾ ഞാൻ കേരളത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ വെളിയിലുള്ളവർക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. എന്നാൽ എനിക്ക് അത് നമ്മളെല്ലാവരും കൂടെ വിചാരിച്ചാൽ സാധിക്കും. പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ് 200 കോടി രൂപ ഉടമസ്ഥനില്ലാതെ കിടപ്പുണ്ടെന്നാണ് പറയുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നോമിനിയെ വെച്ചിട്ടില്ല. അവരുടെ എൻ്റെ സ്വത്ത് മുഴുവൻ ഭാവിച്ച് മൂത്ത മകന്, രണ്ടാമത് മകന് കൊടുത്തു. ബാക്കി എനിക്ക് വെച്ചിരിക്കുക. എൻ്റെ കാലശേഷം അത് ആർക്കാണെന്ന് വെച്ചിട്ടില്ല. അതിനിപ്പോൾ നോമിനി ഇല്ല, അതിന് നിയമവും ഇല്ല. അപ്പം അതുകൊണ്ട് ഇനി അതൊരു കേസ് കൊടുത്ത് വിധി ഉണ്ടായൊക്കെ വരണം. 200 കോടി രൂപ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം അന്നേരം ബാങ്കുകാർ പറഞ്ഞു, ഇനിയും ഒരു നോമിനി ഇല്ലാത്തത് സ്വീകരിക്കരുത്, പണം ഡെപ്പോസിറ്റ് സ്വീകരിക്കരുത്. അപ്പോൾ ഒരു വല്യപ്പൻ ഡെപ്പോസിറ്റിലെല്ലാം ചെന്നപ്പോൾ ആരാ നോമിനി? ഞാൻ നോമിനിയെ വെക്കുകയായിരുന്നു. എന്നാൽ ഇവിടുത്തെ സ്വീകരിക്കാനൊക്കെ അല്ല ബാങ്ക്, നിങ്ങൾ സ്വീകരിക്കേണ്ട വേറെ ആളുകൾ സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വല്യപ്പനോട് ചോദിച്ചു, വല്യപ്പച്ചന് എന്താ നോമിനിയെ വയ്ക്കുന്നതിനുള്ള തടസ്സം, എന്തുകൊണ്ട് വയ്ക്കുന്നില്ല എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ രണ്ടാമത്തെ മകന് ഇത് കൊടുക്കണമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ അത് ഞാനിപ്പോൾ അറിയിച്ചാൽ അവൻ നാളെ എന്നെ കൊല്ലും.
അല്ലെങ്കിൽ മരിക്കുന്നവരെ അവന് കിട്ടുകയില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ അർത്ഥം മനുഷ്യൻ കൊന്നായാലും അപ്പനെ ആയാലും അമ്മയായാലും ആരായാലും കൊന്നായാലും പണമുണ്ടാക്കുക എന്തിന് അവനിട്ടേച്ച് പോകാൻ. അതുകൊണ്ട് ഒരു സ്നേഹബന്ധം ഇല്ല. മനുഷ്യനെ മനുഷ്യനാക്കുന്നത് മനുഷ്യനുള്ള സ്നേഹമാണെന്നാണ് വിശ്വാസം. അതുകൊണ്ട് എൻ്റെ താല്പര്യം എല്ലാ ദേശത്തും ഞാൻ എല്ലാ ദേശത്തെ പറ്റിയൊന്നും പറയാറില്ല. നമ്മുടെ കേരളത്തിൽ 1-2 ഗ്രാമമെങ്കിലും ഈ ആണ്ടിലുണ്ടാകണം. ഗ്രാമങ്ങൾ എല്ലാ ദേശത്തും എന്നുവെച്ചാൽ ഒത്തിരി സ്ഥലത്തും ഒത്തിരി വീടുകളുണ്ട്, പഠിത്തമുണ്ട്, ഭക്ഷണമുണ്ട്. എന്നാൽ പട്ടിണിക്കാർ കുറച്ച് പേരുണ്ട്. അതുവരെല്ലാം കൂടെ വിചാരിച്ചാൽ സാധിക്കും. ഇപ്പം ഞങ്ങളങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഭക്ഷണം ഇപ്പോൾ ഓരോ ദിവസം ഭക്ഷണം കൊടുക്കുന്നവരുണ്ട്. പക്ഷെ അത് ക്രമീകരണത്തിലായിട്ടില്ല. എല്ലാവർക്കും ഈ കൊടുക്കുന്ന ആൾ തന്നെ 2 പേര് കൊടുക്കും. അപ്പോൾ അത് ഗവൺമെൻറ് ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ ആ ലിസ്റ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് നോക്കും. 2 ഗ്രാം വെച്ച് എല്ലാ സ്റ്റേറ്റിലും എന്താ എല്ലാ സ്റ്റേറ്റിൽ നിന്നും 2 ഗ്രാം വെച്ചെടുക്കണമെന്നാ. അതായത് ഞാൻ ഇരിക്കുന്ന ഗ്രാമത്തിൻ്റെ പേര് തോട്ടപ്പുഴശ്ശേരി. അവിടെ ഞങ്ങൾ ചെയ്യാൻ ആലോചിക്കുക. ഞാൻ അതിൻ്റെ പ്രസിഡൻ്റ് ലേബലിലേക്കാൾ പോവുക. ഇതൊരു ഇപ്പോൾ അമ്മ അത് ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല. ഇത് ഭക്ഷണം മാത്രമല്ല. മനുഷ്യനാകുന്നത് മറ്റു മനുഷ്യരെ കരുതുമ്പോഴാണ്. ഈ സ്വാമി വിവേകാനന്ദ കോളേജിൽ പഠിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൊഫസർ പറഞ്ഞു, ഒരു മറ്റുള്ള മനുഷ്യനിലെ നന്മ കാണാൻ കഴിയാത്തവനെ ദൈവത്തെ ഒരു കാലത്തും കാണാൻ സാധിക്കുകയില്ല. മറ്റുള്ളവൻ നിന്നിലുള്ള ദൈവത്തെ കണ്ടവൻ ദൈവത്തെ കാണും. അതായത് പ്രൊഫസർ പറഞ്ഞു, പരിപൂർണനായ ദൈവത്തെ അപൂർണനായ മനുഷ്യന് പരിപൂർണമായി അറിയാൻ സാധിക്കുകയില്ല. പരിപൂർണമായ അതായത് ഗോഡ്, പരിപൂർണനായ ദൈവമാണല്ലോ. ദൈവം ചെയ്താണ് നമ്മൾ. ആ ദൈവത്തെ പരിപൂർണ്ണ ഇല്ലാത്ത മനുഷ്യൻ അവനിൽ എപ്പോഴും ദോഷമുണ്ട്. അതായത് പരിശുദ്ധനെ ദോഷിക്ക് പരിപൂർണമായിട്ട് അറിയാൻ സാധിക്കില്ല. അറിയാം സ്റ്റിൽ ഗ്രോ എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാമി അവിടെ ചെന്ന് പരമഹംസനോട് ചോദിച്ചു, അങ്ങ് ദൈവത്തെ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പരമഹംസനോട് ഇത് അദ്ദേഹത്തിൻ്റെ ഫിലോസഫി പ്രൊഫസറുടെ ചോദ്യമാണെന്ന് അദ്ദേഹം ചോദിച്ചു. നിന്നിലുള്ള ദൈവത്തെ ഞാൻ കണ്ടപ്പോൾ ഞാൻ ദൈവത്തെ കണ്ടു. അതായത് മറ്റുള്ളവൻ്റെ നന്മ മാത്രമല്ല തിന്മ. എന്തുകൊണ്ട് മോഷ്ടിക്കുന്നു? ഞാനൊരു 100 വാഴ വെച്ചു. 100 വാഴ വെച്ച് രാത്രി കള്ളൻ 2 കൊണ്ടുപോയി. അപ്പോൾ എൻ്റെ കൃഷിക്കാരൻ രാവിലെ വന്ന് പറഞ്ഞു, തിരുമേനി, ഇന്നലെ നമ്മൾ 2 വാഴക്കൊല കള്ളൻ കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു, പകൽ വന്ന് ചോദിച്ചാൽ അവന് കൊടുക്കാത്തത് കൊണ്ട് അവൻ 2 രാത്രി കൊണ്ടുപോയി. അല്ലെങ്കിൽ അവൻ പകൽ അവന് ചോദിച്ചു കൊണ്ടുപോയിരുന്നു. അതുകൊണ്ട് അവനെ കള്ളനാക്കിയത് ഞാനാണ്.
അവൻ കള്ളനെ കള്ളനാക്കാനുള്ള ശാല നടത്തുന്നത് ഞാനും എന്ന് പറഞ്ഞു. പറയല്ല കഥവ് തുറന്നിട്ടാൽ മുട്ടിക്കുന്നവനേക്കാളും പാവം തുറന്നിട്ടവനാണെന്ന് പറയല്ലോ. അതുകൊണ്ട് അത് മോഷ്ടിക്കുന്നവരൊക്കെ ഉണ്ട്. അതൊക്കെ ശരി. അടിസ്ഥാന ആവശ്യങ്ങൾ എല്ലാവർക്കും ഞങ്ങൾ പഠിച്ചപ്പോൾ ക്ലാസ്സിൽ പഠിച്ചപ്പോൾ അടിസ്ഥാന ആവശ്യങ്ങളുണ്ടായിരുന്നു. വെള്ളം, വായു, പാർപ്പിടം, ഭക്ഷണം, ആരോഗ്യം. ഞാൻ 8 കാര്യം പറഞ്ഞു. ഇപ്പം ഓർഗാനില്ല. ഇത് നമുക്ക് ഇവിടെ നടത്താം. എല്ലാവരും കൂടി ശ്രമിക്കുകയാണെങ്കിൽ നടത്താം. ഇതിന് പണമല്ല, ഒരു മനോഭാവമാണ് ആവശ്യം. എല്ലാവരെയും സ്നേഹിക്കണം. ഗ്രാമം ദത്തെടുത്താൽ തന്നെയും അയച്ചുകൊണ്ട് പോകാൻ മറ്റുള്ളവർ വേണമല്ലോ. ഗ്രാമം ദത്തെടുത്താലും ഞാൻ പറയാം, അതിനാണ് ഗവൺമെൻറ് വേണ്ടത് ചെയ്യണം. കാര്യം ചിലരുടെ അധികാരം ഉപയോഗിച്ച് ചെയ്യണം. 2, ഇപ്പം എന്നെ രൂപ എല്ലാം കൂടി ഏൽപ്പിച്ചാൽ ഞാൻ മോഷണമായി തീരും. കൊച്ചനെ പണം ഏൽപ്പിച്ചാൽ അവൻ കൊലപാതകനാകും. അപ്പോൾ ഇന്ന് എന്നെ എന്നെ ഇതെല്ലാം കൂടി ഏൽപ്പിച്ചാൽ വരാൻ പോണ ദോഷം, ഞാൻ അതൊന്ന് മോഷ്ടിക്കാൻ തുടങ്ങി. എനിക്കിതുവരെ മോഷണം പരിചയമില്ല. എന്നാൽ വലിയ തുക വരുമ്പോൾ അത് തുടങ്ങും. അപ്പം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്കാണ് ഗവൺമെൻറ് നോക്കണം. പക്ഷെ ഗവൺമെൻറ് ഈ ഗ്രാമങ്ങൾക്ക് വേണ്ടിയും ഇപ്പോൾ BC അങ്ങനെയുള്ളവർക്കും പട്ടികജാതി എല്ലാവർക്കും വേണ്ടി എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. അവിടെ എത്താത്തതല്ലേ? അതെ, അവർക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടല്ലോ. പക്ഷേ എല്ലാം ആവശ്യത്തിനുള്ളത്. ഞാനിപ്പം 3-4 പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുണ്ട്. പണമില്ല എന്ന് പറയും. പിന്നെ ഇതിൻ്റെ അകത്തൊക്കെ വിഷമമുള്ളത് സ്ഥലങ്ങൾ. ഇപ്പം ഞാൻ 60 പേര് ഞങ്ങൾ അവിടുന്ന് റെയിൽവേ ലൈനിൽ നിന്ന് ഇറക്കി വിട്ടു. അവർ റെയിൽവേ ലൈനിലാണ് താമസിച്ചത്. അത് ഡബിൾ ചെയ്തപ്പോൾ അവരെ ഇറക്കി വിട്ടു. 60 പേർക്ക് വീടില്ലാതായി. അതിന് പണം പിരിക്കാനുള്ള സംഘടനകളോട് ഞാനും കൂടെ പോയി. ഞങ്ങൾ പിരിക്കാൻ ചെന്ന് എല്ലാം കഴിഞ്ഞു. അതിലൊരു നേതാവായി പിരിച്ചവൻ പിറ്റേ ദിവസം രാവിലെ പോയി ഇത് എഴുതിക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞു. സ്ഥലം ഞങ്ങൾ ചെന്നപ്പോൾ ഇവൻ ഞങ്ങളൊക്കെ മുമ്പേ ചെന്ന് അവന് ആധാരം അവൻ്റെ പേരിൽ എഴുതി. രൂപ അവൻ്റേതാ, ഞങ്ങളൊന്നും മോഷ്ടിച്ചാൽ. എന്നാൽ ഞങ്ങൾ പറഞ്ഞു, ഇതെന്താ നീ ഇങ്ങനെ ചെയ്തതെന്ന്. കൂടെ നടക്കുകയും കാലേ ചവിട്ടുകയും ചെയ്യാണിത് എന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, ഇവനിവിടെ വന്ന് അവൻ കള്ളുകൂടി തുടങ്ങും. അവൻ്റെ കൂട്ടുകാർ കള്ളുകൂടി വരും. എൻ്റെ പിള്ളേർ വളർന്നു വരുന്നു. അപ്പോൾ അവൻ്റെ പിള്ളേർ നശിച്ചോട്ടെ, എൻ്റെ പിള്ളേർ നശിക്കരുത്. ഞാൻ പറഞ്ഞു, അതാന്നോ നമ്മൾ ഇത്രയും നടന്ന പ്രസംഗിച്ച്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള പ്രയാസങ്ങളുണ്ട് സമൂഹത്തിൽ പൊതുവെ നോക്കുമ്പോൾ ഉണ്ട്. പക്ഷെ നിയമങ്ങളില്ലേ, ഒരാൾ മൊത്തം പിരിച്ച് 1-2 പേര് ഒപ്പിട്ടാലേ എടുക്കാവുള്ളതെന്ന് വെച്ചാൽ അതൊന്നും ഈ പണം വരുമ്പോൾ ആളുകൾ തെറ്റ് ചെയ്യും. കാരണം വിവേകമില്ലല്ലോ. നമുക്ക് പണക്കാർ നോക്കണമെന്നല്ല, മനുഷ്യർ നോക്കണം. ഈ ഇപ്പോൾ അമ്മയുടെ അടുത്ത് പണം കേട്ടോ, അങ്ങനെയല്ല. ഇല്ല, അത് ഇപ്പം നമ്മൾ വെളിയിൽ തന്നെയും വെളി രാജ്യത്തിലും പാവപ്പെട്ടവർ ഉണ്ട്. ഇപ്പം അമേരിക്കയിൽ പോലും ഞാൻ കണ്ട് ദർശനത്തിൽ വരുന്ന ചെറിയ ആൾക്കാർ വേസ്റ്റ് എടുത്ത് കഴിക്കുന്ന കണ്ട്. അതുകൊണ്ടാണ് അമ്മയുടെ സൂപ്പ് കിച്ചൻ വെച്ചത്. ചർച്ചിൽ കൊണ്ട് നമ്മുടെ ചർച്ചിലുള്ള ചർച്ചിലാണ് പല ചർച്ചിൽ കൊണ്ട് വെച്ചാണ് ഭക്ഷണം കൊടുക്കുന്നത്. ഒരു ദിവസം ഒരു ഉപവാസം എടുത്തിട്ട് ഈ ഭക്ഷണം കൊണ്ടുകൊടുക്കും. അതെല്ലാം പോയ എല്ലാ രാജ്യത്തിലും ചെയ്യുന്നു. ജപ്പാൻ മാത്രം ആദ്യം പറഞ്ഞ് അവരെ കൊണ്ട് പ്രയത്നിപ്പിക്കേണ്ടവരാണ്, നമ്മൾ കൊടുത്തവർ മടിയരാകും എന്ന് പറഞ്ഞു.
പക്ഷെ എന്നാലും അവിടെയും പരമാവധി ചെയ്യുന്നു. പക്ഷെ അവരൊക്കെ പ്രയത്നിക്കുന്നവർ തന്നെയാണ്. പക്ഷെ ഇങ്ങനെ അവിടെയും കണ്ടു ഗവൺമെൻറ് വരെ വെച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞ എല്ലായിടവും ഉണ്ട് പാവപ്പെട്ടവർ. അപ്പോൾ തിരുമേനിയുടെ ആഗ്രഹം പോലെ തന്നെ നമുക്ക് ഈ ഗ്രാമത്തിൽ ഇതൊരു ഗ്രാമമായിരുന്നു. പണം മാത്രമല്ല, അമ്മ എന്നെ കരുതുന്നു, ഞാൻ ചാക്കോയെ കരുതുന്നു, ചാക്കോ മുഹമ്മദിനെ കരുതുന്നു. അങ്ങനെ തമ്മിൽ തമ്മിൽ കരുതുന്ന ഒരു സമൂഹം, അതാണ് നമുക്ക് ആവശ്യം. മുൻപ് അങ്ങനെയൊക്കെ ആയിരുന്നു. അല്ല, നമ്മൾ അങ്ങനെ ഭാവിച്ചാൽ ഇപ്പം നമ്മുടെ മഠത്തിൽ തന്നെ അങ്ങനെ ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ട്. ഇന്ന് വരെ ഈ മഠത്തിൽ ചോദിച്ച് മേടിക്കരുത്, പിരിക്കരുത്. പക്ഷെ കൃപ കൊണ്ട് എന്ത് കാര്യങ്ങൾ ചിന്തിച്ചാലും അത് എങ്ങനെയും എത്തിച്ചേരും. അപ്പം പണമല്ല, നമ്മുടെ സമർപ്പണമാണ്, നമ്മളുടെ മനോഭാവമാണ്. അല്ല, അമ്മയെപ്പോലുള്ള ഒരു മൂവ്മെൻറ്റ് വേർ എവരിബഡി ഹാസ് ഓൾ നെസസറി തിങ്സ്. എല്ലാം ഉള്ളതല്ല, ആ അത്യാവശ്യമായൊരു മനുഷ്യന് അത്യാവശ്യമായുള്ളതെല്ലാം ലഭ്യമാകത്തക്ക ഒരു കേരളത്തെ നമുക്ക് സൃഷ്ടിക്കാൻ മതങ്ങളും ബിസിനസ്സുകാരും എല്ലാവരും കൂടെ അതുകൊണ്ട് തന്നെ നമ്മളും പലർക്കും ഇപ്പം പല ആൾക്കാരും മുന്നോട്ട് വരുന്നുണ്ട്. നമ്മൾ ഗ്രാമങ്ങൾ ദത്തെടുത്തല്ലോ, ഇന്ത്യയിൽ കുറേ ഗ്രാമങ്ങൾ ദത്തെടുത്തു. ഞാൻ ജനിച്ച ഒരു ഗ്രാമത്തിലാണ്. കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു, വെള്ളത്തിനും എല്ലാ കാര്യങ്ങളും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അനുഭവത്തിൻ്റെ കാഴ്ചപ്പാട് വെച്ച് അവരിപ്പോഴും അതേ 500 വർഷം മുമ്പുള്ള അതേ രീതിയിൽ ഇപ്പോഴും ഗ്രാമങ്ങളുണ്ട്. പാവപ്പെട്ട, വെള്ളം കിട്ടാതെ, കറണ്ട് കിട്ടാതെ, വസ്ത്രങ്ങൾ കിട്ടാതെ, ഭക്ഷണങ്ങൾ കിട്ടാതെ. ഗവൺമെൻറ്റും ലെജിസ്ലേറ്റേഴ്സും ഒക്കെ കൂടെ കൂടി, ഗവൺമെൻറ്റും ജനങ്ങളും. കാരണം ജനങ്ങളിപ്പോൾ തിരുമേനി ഇപ്പം അവിടെ സേവയ്ക്ക് വന്നവരാകുമ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് കുറ്റം പറയുകയല്ല, ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് ഇതെല്ലാവർക്കും എല്ലാം അനുവദിച്ചു, പക്ഷെ അവിടെ എത്തിച്ചേരുന്നില്ല. കാരണം ഒരു പാത്രത്തിൽ നിന്ന് ഒരു ക്ലാസ്സിലെ എണ്ണ ഇങ്ങനെ 100 ക്ലാസ്സിലേക്ക് ഒഴിച്ചൊഴിച്ച് വരുമ്പോൾ അവസാന ക്ലാസ്സിൽ അതാണ്. അപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് വരുമ്പം അവർക്ക് ശമ്പളം കൊടുത്ത് താഴെ വരുമ്പോൾ അത്ര എത്തിച്ചേരുകയില്ല. അപ്പം നമ്മൾ സേവകരായ സമൂഹത്തോട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ആ 10 പൈസ കിട്ടിയാൽ അവൻ്റെ പ്രയത്നം കൂടി ഇട്ട് സമൂഹത്തിൽ കൊടുക്കാൻ സാധിക്കും. അതാണ് നമ്മുടെ ആശ്രമത്തിലൊക്കെ ഉള്ളൊരു എന്തെങ്കിലും ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്തെങ്കിലും ചെയ്യാമെന്ന് ആളുകൾ പറയുന്നത് അതുപോലെ ചെയ്യാൻ സാധിക്കുന്നത്. ഞാൻ ചെയ്യുന്നതല്ല, ചന്ദ്രനേക്കാൾ എന്തെങ്കിലും പ്രകാശം കൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. അങ്ങനൊരു ചിന്ത എനിക്കില്ല. നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ളവരിലെ സപ്പോർട്ട് ചെയ്തും അവരും കൂടി ഇപ്പോൾ MG ഇപ്പം മഠങ്ങൾ വിചാരിച്ചാലും, ചർച്ചകൾ വിചാരിച്ചാലും, മഠങ്ങൾ വിചാരിച്ചാലും കുറേ ഗ്രാമങ്ങൾ ദത്തെടുത്ത് അവർക്ക് വേണ്ട അവയർനെസ്സും കൊടുക്കണം. അതുകൊണ്ട് അങ്ങനെ അമൃതശ്രീ എന്നുള്ളൊരു സംഘടന 1,00,000 പേർക്ക് നേരത്തെ ഉണ്ടാക്കി. ഇപ്പോൾ വീണ്ടും 1,00,000 പേരെ ചേർത്തു. അവരെ സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടി നമ്മളൊരു ഫണ്ട് കൊടുക്കുന്നുണ്ട്. അവർക്കൊരു ഫണ്ട് കൊടുത്തുകൊണ്ട് അവർക്ക് അത് ചെയ്യുന്നുണ്ട്. പിന്നെ 108 ഗ്രാമങ്ങൾ ദത്തെടുത്തു. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ വൃക്ഷങ്ങൾ വയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മളതുപോലെ തന്നെ തൈകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അമലഭാരതം വൃത്തി നേരത്തെ തൊട്ടുള്ള എനിക്ക് ആഗ്രഹമാണ്. അവയർനെസ് കൊടുക്കുന്നുണ്ട്. കോടിക്കണക്കിന് കർച്ചീപ്പ്, കോടിക്കണക്കിന് ലെറ്റർ അടിച്ചിട്ട് കൊടുത്ത അവയർനെസ് നമ്മൾ അതൊക്കെ. എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ വീട്ടിൽ പുലേരെന്ന് പറഞ്ഞ ആളുകൾ വന്ന് കൃഷി ചെയ്യും. അവർക്ക് ഞങ്ങൾ കഞ്ഞി കൊടുക്കുന്നത് ഭക്ഷണം, കഞ്ഞി ഒരു കുഴി കുഴിക്കും. അതിവിടെ കുഴിച്ചിട്ട് കുഴിക്കകത്തോട്ട് വാഴന് ചൂട് കഞ്ഞി എല്ലാത്തും ഒഴിക്കുമ്പോൾ അതങ്ങ് വാടും, അതിൻ്റെ തിന്നോളും. അത് കഴിഞ്ഞ് ഞങ്ങളുടെ സുറിയാനി ക്രിസ്ത്യാനികളെന്ന് പറയുന്നവർ അതിലും ഇതേ ജോലി പറയുക. എൻ്റെ വല്യപ്പനും അതേ ജോലി ചെയ്യുന്ന ആ പുള്ളിക്ക് ചട്ടിക്കകത്ത് കഞ്ഞൂടി ചട്ടി എന്ന് പറയും, അതിൻ്റെ അകത്ത് കൊടുക്കും. എൻ്റെ വല്യപ്പന് ഒരു പ്ലേറ്റ് ഉണ്ടാകും, 3 ഒറ്റ കളയ്ക്കുന്ന ഒരു കള. മനസ്സിലായി? അത് ശമ്പളത്തിൻ്റെ അതിലും വ്യത്യാസം.
അല്ല അവർക്ക് പുണ്യം കിട്ടാൻ വേണ്ടി അടിസ്ഥാന ശമ്പളം എല്ലാവർക്കും കിട്ടും. അല്ല അവർക്ക് പുണ്യം കിട്ടാൻ വേണ്ടി ചെയ്യും. പുലയർക്കും പലർക്കും പുണ്യം കിട്ടാൻ വേണ്ടി അവർക്ക് വസ്ത്രം മേടിച്ച് കൊടുക്കാറുമുണ്ട്. പക്ഷെ എറിഞ്ഞു കൊടുക്കും. അവരുടെ പുണ്യം മേടിക്കുന്ന അവർക്ക് ഇത്ര വസ്ത്രം കൊടുത്താൽ ഇത്ര പലവർക്ക് ഇന്ന് കൊടുക്കണം, മറ്റുള്ളവർക്ക് ഇന്ന് കൊടുത്താൽ അതൊക്കെ പുണ്യം കിട്ടും, ഈ ദോഷം മാറുമെന്ന് പറയും. നമ്മുടെ ഗ്രാമങ്ങളിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ എറിഞ്ഞു കൊടുക്കും. വെള്ളം കോരാൻ വന്നാൽ നമ്മൾ എൻ്റെ അമ്മയുടെ വീട്ടിലും അവരെ കൊണ്ട് കോരിക്കുകയില്ല, നമ്മൾ വെള്ളം കോരി കൊടുക്കണം. അപ്പം ഞാൻ ചോദിച്ചു, അവരെ കൊണ്ട് തൊടിയിച്ചില്ല, പക്ഷെ നമ്മൾ വെള്ളം കോരി കൊടുക്കുന്നത് അവരെക്കാൾ ദാസരായിട്ടല്ല നമ്മൾ ജോലി ചെയ്യുന്നത്. ഈ ഒരു ചിന്താഗതി മാറ്റി വയ്ക്കണം. അതാ ചിന്താഗതി മാറ്റി വയ്ക്കണമല്ലോ. ആ അങ്ങനെ എന്നെ പ്രസവിച്ച അമ്മയുടെ വീട്ടിൽ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. മുണ്ടലക്കുന്ന അങ്ങനെ. പിന്നെ ഇപ്പോഴും മാറി. ഇപ്പോഴും ഇല്ല എന്ന് പറയില്ല. ഇപ്പോൾ ഓഫീസിലും മേളുദ്യോഗസ്ഥരും താഴുദ്യോഗസ്ഥരും ഒക്കെ ഉണ്ട്. ഇതിൽ നിന്ന് കുറച്ച് മാറിയെങ്കിലും മറ്റിടത്തും ഉണ്ട്. എല്ലായിടത്തും അതൊരു അച്ചടക്കം കൊണ്ടുവരാൻ. ഞങ്ങളവിടെ ഒരു പോലീസ് ഇൻസ്പെക്ടറായിട്ട് വന്നു. അവൻ്റെ അയൽവാസി ഒരുത്തന്നെ മോഷണ കേസ് പിടിച്ചു. അവൻ ചെള്ളയ്ക്ക് ഒരു അടി കൊടുത്തു. ഈ കേസ് തെളിക്കാനൊക്കെ വന്നപ്പോൾ ഒറ്റ അടി കൊടുത്തു. അടിച്ചു കഴിഞ്ഞപ്പോൾ അവനെ ആ പീവനോണ്ട് പറഞ്ഞു, ഒരാഴ്ച സോപ്പും വെള്ളവും കൊടുക്കും, കാര്യം പുലേനടിച്ചും തീണ്ടിപ്പോയി, അതൊക്കെ കൈ കളഞ്ഞോടെന്ന് പറഞ്ഞു. ഞാനത് കേട്ടു. ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു, നീ ഭാഗ്യവാനാളാന്ന് പറഞ്ഞു. എൻ്റെ വല്യപ്പൻ ചെയ്ത പാപം നിന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അല്ല ഇപ്പോഴും ഉണ്ട്. സ്ത്രീകളുടെ ചില മക്കളും പറയും, സ്ത്രീയുടെ വായിന്ന് ചീത്തയായിട്ട് ജീവിക്കുന്നത് എന്തിനാണ്? അപ്പം സ്ത്രീ വേറൊരു പോലെ ജാതി പോലെ തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നത് ഒരു കാലം വരെ. ഇപ്പം വ്യത്യസ്തമായി. ഇപ്പോൾ വ്യത്യസ്തമായപ്പോൾ കുറേ സ്ത്രീകളുണ്ടെന്ന് പുരുഷനുണ്ടെന്ന് ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിക്കുന്ന പുരുഷനാണ്. ഇപ്പോഴും ഇതൊക്കെ വേറൊരു രീതി കടന്നു വരുന്നുണ്ട്. ഒന്നൊന്ന് നമ്മൾ മാറ്റമുണ്ടെങ്കിൽ വേറൊന്നായിട്ട് കാണുന്നുണ്ട്. ഇപ്പോഴും ഉണ്ട്. ഇങ്ങനെയുണ്ടല്ലോ ശ്രീ സ്വാമി ബാംഗ്ലൂരിൽ സ്വാമി ഉണ്ട്. അദ്ദേഹം ഞാനവിടെ ചെന്ന് താമസിച്ചു 2-3 ദിവസം. അന്നേരം ഗൾഫിലെ കുട്ടികളൊക്കെ കൂടെ ക്യാമ്പിന് വന്നിട്ട് ഒരു ദിവസം അദ്ദേഹമാണ് അവർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു, സ്വാമി ഇത് എന്നെ വിളിച്ച് കളിയാക്കുകയാണ്. സ്വാമി അവിടെ വിളിച്ച് ഇത് സ്വാമി അവർ കൊടുക്കുന്നു, ഞാനിങ്ങനെ പവറിൽ വിളിയിരിക്കുന്നു. അത് കാണുമ്പോൾ ഉടനെ പറഞ്ഞു, അത് ശരിയാണ്, തിരുമേനിക്ക് ഈ ദോഷമില്ല, ആ പിള്ളേർക്ക് ഈ ദോഷം വരും, അതുകൊണ്ട് അത് നല്ലതാണ്. അല്ല നമ്മുടെ സംസ്കാരം അങ്ങനെയല്ല. അതിഥി ദേവോഭവ, ആചാര്യ ദേവോഭവ, മാതൃദേവോഭവ, പിതൃദേവോഭവ, അങ്ങനെയല്ല നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത് സംസ്കാരം. നമ്മൾ അവരെ ഇരുത്തിയിട്ട് നമ്മൾ ഇരിക്കാവുള്ളു. അവരുടെ കാല് കഴി നമ്മളെ ആൾക്കാരൊന്ന് കാലത്ത് വരുമ്പോൾ അതൊക്കെ കിണ്ടി വെള്ളം വയ്ക്കും. കിണ്ടി വെള്ളം അമിതം വെള്ളം പോകാതിരിക്കാൻ വേണ്ടി കിണ്ടിയുടെ അതിൽ കൂടെ വരുന്നത് കാല് കഴിയിട്ട് അവരെ കയറ്റി ഇരുത്തി കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കാവുള്ളു. അങ്ങനെ അതൊക്കെ പോയി ഇപ്പോൾ കാല് കഴുകും നമ്മൾ. അതിഥി ദേവകളായിട്ട് കാണുന്ന ഒരു സംസ്കാരം നമുക്കുണ്ട്. അവരെ ഇരുത്തി അവർ കൊടുത്തു കഴിഞ്ഞ് നമ്മൾ കഴിക്കുകയുള്ളു. നമുക്കങ്ങനെ ഇവിടെ തന്നത്. അവർക്ക് കൊടുത്തിട്ട് ഞാൻ കഞ്ഞോളത്തിൽ എങ്ങാതെ ഇടണ്ടാൻ വരും അതിഥികൾ. ആ സംസ്കാരം നമുക്ക് പണ്ടേ ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള വ്യത്യസ്തതയും കണ്ട് ആ കാലങ്ങളിൽ. അല്ല, വ്യത്യസ്തതയായിട്ട് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഓരോരുത്തർക്ക് ഇവിടെ പലരും വന്ന് ഒരുമിച്ച് താമസിക്കുന്നു. അത്ര വീട് എനിക്കെന്താ വ്യത്യസ്തത. എന്നാൽ അടിസ്ഥാന ആവശ്യങ്ങൾ വേണം. ഇവിടെ ഇപ്പോൾ ഒരു 100 മുറി പണിയുന്നതും ഞാൻ 5 മുറി പണിയുന്നതും തമ്മിൽ എൻ്റേതായ ലക്ഷ്യം. നമ്മളെ തമ്പുരാട്ടിയെ കാണാൻ ഞാൻ പോയിരുന്നു തിരുവനന്തപുരത്തെ. അന്നേരം തമ്പുരാട്ടി പറഞ്ഞു, ഇപ്പോൾ അവർക്ക് 100 മുറി ഉണ്ടാവും വീടിന്. പഴയ വരുമാനമില്ല. അന്ന് രാജാവല്ല, ഇപ്പോൾ അത് പെയിൻറ്റ് ചെയ്യാൻ പ്രശ്നം. നമ്മളായിട്ട് മഠം ഇവിടെ സേവ ഇവിടെ ഉള്ളത്
ഇവിടെ സേവ ചെയ്യാൻ വന്നവർക്ക് അതുകൊണ്ട് അല്ല ഞാൻ പറയാൻ വന്നത് തന്നെ ചെയ്തതാണ്. എല്ലാവർക്കും കൂടുതൽ പണം ഉണ്ടാകണം എന്നുള്ളതല്ല. എല്ലാവരും ജീവിക്കണം, ജീവിക്കാൻ പഠിക്കണം, അതും വേണം. നമ്മൾ മതത്തിൻ്റെ കാതലായ ആധ്യാത്മികതയിൽ ജീവിക്കണം. ആ തത്വം മനസ്സിലാക്കുമ്പോൾ ഈ ഒരു സ്നേഹവും കാരുണ്യവും വരും. അതിലേക്ക് പോകുന്നില്ല, നമ്മൾ ആഴത്തിലേക്ക് പോകുന്നില്ല, അതാണ് പ്രശ്നം. അതെ, ആഴത്തിലേക്ക് പോകാത്തതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ സൂര്യൻ ഒന്നേ ഉള്ളൂ, 100 കുടത്തിൽ സൂര്യനെ പ്രതിബിംബം കണ്ടാൽ സൂര്യൻ 100 എല്ലാത്തിലാണെങ്കിൽ ആത്മാവ് ഒന്നാണ്. നമ്മുടെ കണ്ണ് വിരൽ തട്ടി വിരലിനെ ആശ്വസിപ്പിക്കും, കണ്ണിനെ ആശ്വസിപ്പിക്കും. ഇടത്തേക്ക് തലോടുന്ന പോലെ മറ്റുള്ളവരുടെ ദുഃഖം നമ്മുടെ ദുഃഖം, മറ്റുള്ളവരുടെ സന്തോഷം നമ്മുടെ സന്തോഷമായിട്ട് കണ്ട് സ്നേഹിക്കും. ആ ഒരു ഭാവം നമുക്ക് അങ്ങനെ വരണമല്ലോ, പറഞ്ഞാൽ ജീവിതത്തിൽ കൊണ്ടുവരണം. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അമ്മ എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒരു അമ്മയെ ആരും ചെയ്യാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നു, കെട്ടിപ്പിടിക്കുന്നത് ആരും ചെയ്യാത്തതാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത്. എല്ലാവർക്കും വേണ്ടതുമാണ്. കാരണം ജീവിതത്തിൽ സ്നേഹത്തിന് വേണ്ടി മനുഷ്യൻ ജീവിക്കുന്നത്, അതാണ് അവർക്ക് കിട്ടാത്തത്. അതിനാണ് ഏറ്റവും വലിയ ദാരിദ്ര്യം. 2 തരത്തിലുള്ള ദാരിദ്ര്യം പറയുമല്ലോ, ഒന്ന് ഭക്ഷണം കിട്ടാത്ത, 2 സ്നേഹം കിട്ടാത്ത. ഇത് രണ്ടും കൊണ്ടാണ് കൂടുതലും പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ എന്നാൽ ഇപ്പോഴതൊന്നും പറയാൻ പറ്റത്തില്ല. പഴയ കാലത്ത് നമുക്ക് പറയാൻ 2 തരത്തിലുള്ള ദാരിദ്ര്യമുണ്ട്. ഒന്ന് ഭക്ഷണം കിട്ടാത്ത ദാരിദ്ര്യം, ഒന്ന് സ്നേഹം കിട്ടാത്ത. സ്നേഹം കൊടുത്താൽ അവർക്ക് ആ കാരുണ്യവും വരും, അപ്പോൾ ഭക്ഷണവും കൊടുക്കുമെന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട്. ഇപ്പോഴത്തുള്ള പ്രശ്നം, ഇപ്പോൾ പല പല പ്രശ്നങ്ങൾ ലോകത്ത് സൃഷ്ടിക്കുന്ന, കള്ളന്മാരെ സൃഷ്ടിക്കുന്ന, കൊള്ളക്കാരെ സൃഷ്ടിക്കുന്ന, മറ്റുള്ള സൃഷ്ടിക്കുന്ന ദാരിദ്ര്യമാണെന്നൊരു സമയത്ത് പറയാം. ഇപ്പം നമുക്കതും പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയി കഴിയുന്നു ഓരോ കാര്യങ്ങളും. കാരണം ദാരിദ്ര്യം കൊണ്ട് മാത്രമല്ല, അറിവില്ലായ്മ അവയർനെസ്സും കൂടി വേണം. കാരണം ഇപ്പോഴും വിദ്യാഭ്യാസവും അറിവും ഒക്കെ ഉള്ള കുഞ്ഞുങ്ങളും മറ്റുള്ളവരും ഒക്കെ ഇതിലേക്ക് ഇറങ്ങി. അപ്പം നമുക്ക് ചിന്തിക്കേണ്ട, അപ്പം അവയർനെസ്, മതത്തിൻ്റെ കാതലായ ആധ്യാത്മിക നമ്മളെല്ലാവരിലും മനസ്സിലാക്കി കൊടുക്കണം. കാരണം ഷുഗറിന് മരുന്ന് കൊടുത്താലും പിന്നെയും പഞ്ചസാര കഴിച്ചാൽ ഷുഗർ കൂടും. നമ്മളിപ്പോൾ ഒരു സഹായം കൊടുക്കുക മാത്രമല്ല, അവർക്ക് അവയർനെസ് കൂടി ഇറങ്ങിച്ചെന്ന് കൊടുക്കണം. അത് അത്യാവശ്യമാണ്. എൻ്റെ അവിടെ ഒരുത്തിന് 7 വീട് പണിയാനുള്ള പണം പിരിച്ചു. അവൻ ഇതുവരെ വീട് പണിതിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു, നീ എന്താ വീട് പണിയാൻ? ഉടനെ അവൻ പറഞ്ഞു, പണിതാ പിന്നെ പിരിക്കാൻ നോക്കും. ഇപ്പോൾ വീടില്ല എന്ന് പറയുമ്പോൾ ആളിനെ അയക്കും, അവര് വീടുണ്ടോ നോക്കാനില്ല. അപ്പം ഏതും അധപ്പതിക്കും. ഇപ്പം ഞങ്ങളുടെ ഒരച്ഛൻ, ഒരു ബിഷപ്പ് ഒക്കെ കിഡ്നി കൊടുത്തു. ഞാൻ പറഞ്ഞു, അതെല്ലാവരും കൊടുക്കരുത്, ദൈവം ആലോചിച്ച് അവിടെ വെച്ച് 2 വേണമെന്ന്. അത് നീ ദൈവത്തെക്കാൾ മഹാനാകുമ്പോഴാണ് നീ അത് ഒന്ന് കൊടുക്കുമ്പോൾ അത് ചെയ്ത്. കാരണം ഇങ്ങനെയുള്ള ഒരു മനോഭാവമുള്ള ഒരു മനുഷ്യൻ ലോകത്തിൽ എന്നും കാണണം. മനസ്സ് നല്ല ഹൃദയമുള്ള ആള്. അത് നീ ഒരാളാ, നീ അങ്ങ് പോയാൽ പിന്നെ അദ്ദേഹത്തിന് അത് ശരി, തിരുമേനി പറഞ്ഞത് ശരി. പക്ഷേ അങ്ങനെ ഒരാൾ കൊടുത്തപ്പോൾ എല്ലാവരിലും ആ ഒരു മനോഭാവം ഉണരാൻ തയ്യാറായി. നമ്മുടെ ഇന്ത്യയിൽ തന്നെ കണ്ണ് ശ്രീലങ്കയിൽ നിന്നാണ് കൂടുതലും വരുന്നത്. കണ്ണ് കൊടുക്കുന്ന പാവാണ് അല്ലെങ്കിൽ ചിന്തിച്ച് നേരത്തെ കണ്ണ് ദാനം ചെയ്യുന്ന ശ്രീലങ്ക ആ ഭാഗത്തു നിന്നൊക്കെയാണ്. ഇന്ത്യയിൽ അത് കുറവാണ്, അവയവങ്ങൾ ദാനം ചെയ്യുന്നത് കുറവാണ്. എന്തോ കരിഞ്ഞോ പുഴുവെടുത്ത് പുഴുവിന് ആഹാരമായി പുതിയ പുഴുക്കളെ സൃഷ്ടിക്കുക, അല്ലെങ്കിൽ അങ്ങനെ മരണം ചാരമായി പോവുക, അത് മനസ്സിലാക്കിയിട്ട് ഇത് ആ മറ്റുള്ള സമൂഹത്തിന് ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അവനിൽ മറ്റുള്ളവർ കൂടി ജീവിക്കുമല്ലോ. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും തൻ്റെ ശരീരം കൊണ്ടും മറ്റുള്ളവർ ജീവിക്കാം. അപ്പോൾ അദ്ദേഹം ചെയ്തത് നല്ല മനുഷ്യനാണ്. കിഡ്നി കൊടുത്തത് ഒരു രീതിയിൽ നല്ലതാണ്. കാരണം മറ്റുള്ള ധാരാളം പേർക്കൊരു പ്രേരണയുണ്ടാകും. തിരുമേനി പറഞ്ഞൊരു ഭാഗം നല്ല മനുഷ്യനാണ് അദ്ദേഹം, അല്ലെങ്കിൽ അത് കൊടുക്കാൻ തോന്നുന്നില്ല, ശരിയാണ്. പക്ഷേ ഉപരിയായി എല്ലാവർക്കും ആ പ്രേരണ കൊച്ചു വിട്ടിട്ടുണ്ടാകും. അതേറ്റവും നല്ലൊരു ഇതാണ്. 2000 നാശം ഉണ്ടാകും, തുരുമ്പിച്ച് മതിനേക്കാൾ തേഞ്ഞു പോകരുതോ. അപ്പോൾ ആ ഒരു ഭാവത്തിൽ അദ്ദേഹത്തിന് ഒരു മനസ്സ് തോന്നി.
ഈ ഉപദേശങ്ങളും ഗുണദോഷങ്ങളും ഒക്കെ ആയിട്ട് വളരെ നന്ദി പറയുന്നു. നമുക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കണം. എനിക്കുള്ളത് ഇപ്പം അമ്മ തന്നെ വിചാരിച്ചാൽ ചിലപ്പോൾ ഇത് ഒക്കുമായിരിക്കും. അല്ല, ഞാൻ അങ്ങനെ വേണ്ട, അല്ല, അങ്ങനെ ചെയ്യരുത്. ഇത് ചെയ്യുന്ന മനുഷ്യരെ ഉണ്ടാക്കുന്ന ജോലിയിൽ അമ്മ ചെയ്യണം. ഇതിൻ്റെ അമ്മയോട് ഞാൻ പറയുന്ന കാര്യം, ഞാനിവിടെ 2-3 പ്രാർത്ഥന വന്ന് സംബന്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രാർത്ഥനയിൽ വന്ന ജനക്കൂട്ടം, അവരുടെ പാട്ടിലെ സഹകരണം, അത് കഴിഞ്ഞ് അമ്മയോടുള്ള ബഹുമാനവും ഭക്തിയും, എനിക്ക് അവരെ സ്നേഹിക്കുക സേവിച്ചാൽ മതി. അതെല്ലാം കൊണ്ട് ഇങ്ങനെയുള്ള ഒരു മനോഭാവം അവർക്ക് അമ്മയോടുള്ള മനോഭാവം പോലെ അവർക്ക് മറ്റുള്ളവരോടും കൂടി ഉണ്ടാകുന്നെങ്കിൽ ലോകം നന്നായി. അതുകൊണ്ടാണ് ആ കാര്യം ലോകത്തോട് പ്രസംഗിക്കുന്ന അമ്മയുടെ ദൂത് ഇതിൻ്റെ ഭാഗമാകുമ്പോൾ അത് പ്രസംഗിക്കുന്ന ആളായിട്ട് ഞാൻ ഇരിക്കും. അത് അമ്മയെ കണ്ട് ബഹുമാനം സ്വീകരിക്കാനില്ല, അമ്മയുടെ ബഹുമാനം ഞാൻ ബഹുമാനം കൊണ്ട് നമുക്ക് ഗുണമൊന്നുമില്ല. അങ്ങോട്ട് നമ്മൾ അതിനെ ആഗ്രഹിക്കാൻ പാടില്ല. ഇന്ന് തൊഴും നാളെ തൊഴിക്കാം. അല്ല, ഞാൻ പറയാം, ഇപ്പോൾ എനിക്കുണ്ടാകുന്നത് അമ്മയ്ക്ക് ലോകത്തിൽ കിട്ടിയ ബഹുമാനം കുറച്ച് ഞാൻ കൊണ്ടുപോവുക. ഞാൻ അങ്ങനെ ബഹുമാനം മേടിക്കുക, അങ്ങോട്ട് അവർ റെസ്പെക്ട് ചെയ്യുക. അതുകൊണ്ട് ഞാൻ കിട്ടിയതെന്ന് പറഞ്ഞ അമ്മ നേടിയ ബഹുമാനമെന്നല്ല ഞാൻ പറഞ്ഞത്, കിട്ടിയ ബഹുമാനം. നമ്മളങ്ങോട്ട് നമുക്ക് അതിന് നോക്കരുത്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് മാത്രമേ. ഇത്രയും സമയമൊക്കെ ഞങ്ങൾക്ക് തന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമുക്കെല്ലാവർക്കും കൂടി ഈ കേരളം ഒരു നല്ല ഇതാക്കണം. നേരത്തെ പറഞ്ഞ പോലെ എടുക്കണം. അമ്മ സ്കൂളിലെല്ലാം ടോയ്ലറ്റ് ഉണ്ടാക്കി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ അല്ല, കേരളം മൊത്തം ചെയ്യാനായിരുന്നു നമ്മൾ പ്ലാൻ. അങ്ങനെയാണ് അദ്ദേഹത്തെ കൊണ്ട് ഒരു കാര്യം കൂടെ അവസാനിപ്പിക്കും. അമ്മ അവിടെ ഒരു ആശുപത്രി ഒരു രോഗിയായി കിടക്കുന്ന ഒരു സഹായം വേണമെന്ന് പറഞ്ഞ ഒരു തിരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ എനിക്കധികം പണമൊന്നുമില്ല, അമ്മ എന്നെ കണ്ടാലറിയും. അല്ല, അങ്ങനെ ആരെന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞ അതല്ല, ഞാനൊരു എഴുത്ത് തരാം അമ്മയ്ക്ക് ഇങ്ങനെ. കൊടുത്തയച്ചോ? ഇല്ല, ഞാൻ കൊടുത്തില്ല. ഞാൻ പറഞ്ഞു. ഉടനെ അവൻ പറഞ്ഞു വേണ്ട, എഴുത്ത് വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അതെന്താ? അത് അവിടെ ഒരു സൂത്രമുണ്ട്, നമ്മൾ എഴുത്തയക്കുന്ന ഉടനെ ഒരുത്തനെ അവിടോട്ട് അയക്കും. അമ്മയ്ക്ക് പല സ്ഥലത്ത് സ്ഥാപനമുണ്ട്. അവിടെ ചെന്നിട്ട് അവന് ബോട്ടിട്ടോ അവന് മോട്ടോർ സൈക്കിളുണ്ടോ, അവന് ഭാര്യയ്ക്ക് ജോലിയാണോ, ഇതെല്ലാം അന്വേഷിക്കും. ഇതെല്ലാം എനിക്കുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടുകയാണ്. ഞാൻ പറഞ്ഞതാ, ഞാൻ അന്ന് ഞാൻ വേറെ അടുത്ത് പ്രസംഗിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ കൊടുക്കുന്നത് തെറ്റാണ്. ഞാനെടുത്തെന്ന് പറഞ്ഞ കള്ളം മുഴുവൻ കേട്ട് വെച്ചങ്ങ് കൊടുക്കുന്നു. അത് സഹായിക്കുകയല്ല, അത് എനിക്ക് പേരെടുക്കുക. അമ്മ പറഞ്ഞു അതൊക്കെയല്ല, നീ അർഹിക്കുന്നവനാണോ അത് നോക്കണം. ഇതൊരു സംഗതിയാണ്. അതായി വലിയ പ്രയാസം. തിരുമേനി ചെയ്യുന്നത് നല്ല രീതിയാണ്. കാരണം ആ എഴുത്ത് കൊടുത്ത് വേണ്ടെന്നല്ല, കാരണം തിരുമേനി അന്വേഷിക്കാം. പക്ഷെ ഇങ്ങനെ പലരും വരുന്നുണ്ട് അങ്ങനെ. അതൊരു ദോഷമുണ്ട്. ഞാനിപ്പോൾ ഒരു എഴുത്ത് അമ്മയ്ക്ക് തന്നു വിട്ടു, അതിവിടെ വന്ന് കൊടുത്തു, അവന് കിട്ടി. അമ്മ പക്ഷെ തിരുമേനി തന്നു വിട്ടാൽ അന്വേഷിക്കാൻ വിടത്തില്ല, കാരണം തിരുമേനി നോക്കിയിട്ടേ ചെയ്യത്തുള്ളത്. അറിയാം. ഞാൻ പറഞ്ഞത് എന്നെ കളിപ്പിക്കാൻ പ്രയാസമുണ്ടോ? നോക്കൂ, പിന്നെ ആരാന്നറിയാമല്ലോ, കാരണം അടുത്തുള്ള. അപ്പം അന്നേരം
അവൻ തന്നെത്താൻ പിന്മാറി അമ്മയ്ക്ക് എഴുത്ത് വേണ്ട, തിരുമേനിയെ കളിപ്പിക്കാൻ നോക്കും, അമ്മയെ കളിപ്പിക്കാൻ നോക്കുകയില്ല എന്നാ അവൻ പറഞ്ഞത് മലയാളത്തിൽ അതിൻ്റെ അർത്ഥം. അത് വേണമെന്നുള്ളത് എൻ്റെ അഭിപ്രായം. അല്ല, കളിപ്പിക്കലും അങ്ങനെ കുറേ പേര് എനിക്ക് വരുമ്പോൾ കണ്ണീര് കാണുമ്പോൾ അലിയും. പക്ഷെ അങ്ങനെ ചെയ്ത് കുറച്ച് പേര് ആ രീതിയിൽ വന്നു. ആൾക്കാരിങ്ങനെ സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പണങ്ങൾ കൊടുത്ത് സഹായിച്ചു. പിന്നെ അവർക്ക് വേണ്ട പിന്നെ അന്വേഷിക്കുമ്പോൾ പല രീതിയിലും അവർക്ക് തെറ്റായിട്ടാണ് ചെയ്തത്. അപ്പോഴാണ് ഞാൻ പിന്നെ പറഞ്ഞ് ഇന്നവരെ ഏൽപ്പിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഓടിപ്പോയി. പിന്നെ ക്യാൻസറിൻ്റെ കുറിപ്പ് തന്നെ വലിയ കുറിപ്പുകൾ കൊണ്ടുവരാൻ തുടങ്ങി. അപ്പോൾ കൂടിയ മരുന്നാണ്, അപ്പോൾ പൈസ കിട്ടാൻ വേണ്ടി. അപ്പോൾ ചിലതിലിപ്പോൾ ഒരു 100 വന്നാൽ ഒരു 10, 15, 20 ശരിയുണ്ട്, ബാക്കി കുറേ കൊനഷ്ടമുണ്ട്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ആദ്യം കുറച്ചങ്ങനെ വന്നിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു ആരെങ്കിലും അപേക്ഷ തന്നാൽ ആ സ്ഥലത്ത് പോയി അന്വേഷിക്കണം, അന്വേഷിച്ചിട്ട് അവരങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യണം പറഞ്ഞു. പിന്നെ ഒരു ജഡവും മരിച്ചു കഴിഞ്ഞാൽ പണമില്ലെങ്കിൽ നിങ്ങൾ ജഡം കൊടുക്കാതിരിക്കല്ലേ, കാരണം അത് മാത്രം അത് രണ്ടും അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവരെ നാളെ വിട്ട് നോക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അമ്മയുടെ ആശുപത്രിയിൽ ഒരിക്കലും സ്ഥലമില്ല. ഒരു വർഷം എത്ര ദിവസം സഞ്ചാരത്തിലായിരിക്കും? 8 മാസമൊക്കെ പോകുന്നു. 8 മാസം പോവും. തമിഴ്നാട്, അതെ, കേരളം, വടക്കേ ഇന്ത്യ 2 മാസത്തോളം പോവും. അമേരിക്ക 2 മാസം പോവും. യൂറോപ്പിൽ 1.5 മാസം പോവും. പിന്നെ മലേഷ്യ, സിംഗപ്പൂർ, ഓസ്ട്രേലിയ 8 മാസം യാത്രയുണ്ടാകുമെന്ന് തോന്നുന്നു. കറക്റ്റ് അറിയൂടെ 8 മാസം ഉണ്ടാകും. കാരണം ഒരു നദി പോലെ ആകണോ പറയുമല്ലോ, ആധ്യാത്മജീവികൾ വകവും പുറവും ഒരു നദി പോലെ ആകണം. അപ്പം അങ്ങനെ ഇവിടെ ആയിരിക്കുമ്പം ഇൻ്റർവ്യൂവിനൊക്കെ ആളുകൾ വരികയായിരുന്നു. ഞാൻ അങ്ങനെ ഒരു മറ്റൊന്നുമല്ല, ഞാൻ അമ്മയുടെ ഭാവമാണ് ഉൾക്കൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ വായെന്ന് വളരെ ചിന്തിച്ച് വർത്തമാനം വരാവുള്ളൂ. അപ്പം ഞാൻ അങ്ങനെയുള്ള കാര്യത്തിന്, വിവാദത്തിനുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാൻ തുനിഞ്ഞിട്ടില്ല ഇതുവരെ. കാരണം അത് പിന്നെ ആ വാക്ക് പിടിച്ച് ആൾക്കാർ കൊണ്ടുപോകും. അവർ മാധ്യമങ്ങളും എന്നെ ശല്യം ചെയ്തിട്ടില്ല. എനിക്കും അങ്ങനെ പറയുന്നതിൽ താല്പര്യമില്ല. കാരണം എന്നെ എല്ലാവരും ഇങ്ങനെ മറ്റൊന്നുമല്ല, അതിനെ പിടിച്ചുകൊണ്ട് പിന്നെയും തുടങ്ങും ഓരോന്നും. അപ്പം അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല. ഇൻ്റർവ്യൂ അങ്ങനെയൊന്നും കൊടുക്കുക. വെളിയിലൊക്കെ പോകുമ്പോൾ ഇപ്പോൾ ഒരു പത്രക്കാരൊക്കെ അവർ പിന്നെ ചെയ്യാറുണ്ട്. വെളി രാജ്യങ്ങളിൽ അവരൊക്കെ അയച്ചു തരും. പക്ഷെ അവിടെ വാദങ്ങളും പ്രതിവാദമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ ചിലർ അയച്ചു തരും ക്വസ്റ്റ്യൻ ആൻസർ, നമ്മൾ അങ്ങോട്ട് അയച്ചു കൊടുക്കും. പിന്നെ അവിടെ ചെല്ലുമ്പോൾ അവരൊക്കെ വരാറുണ്ട്. എല്ലാ ടി വിക്കാരും പത്രക്കാരും ഒക്കെ വന്ന് ഇൻ്റർവ്യൂ എടുക്കാറുണ്ട്. അല്ലാണ്ട് ഇവിടെ മറ്റൊന്നും പ്രത്യേകിച്ച് ഇങ്ങനെ ജന്മങ്ങൾ വരുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ പോകുന്നിടത്ത് ന്യൂസ് ഇടുന്നതല്ലാതെ നമ്മളൊന്നിനും പോയിട്ടില്ല. നമ്മുടെ ചാനലിൽ കൂടി ചെയ്തിട്ടില്ല നമ്മൾ. അങ്ങനെ അവർ ഭക്തരായ ഇപ്പോൾ ഒരു ഭക്തന്മാരെല്ലാം കൂടി ഒരു ചാനൽ വെച്ചിട്ടുണ്ടല്ലോ കൂടിയിട്ട്. അപ്പോൾ അതിലും അവരും നിർബന്ധിക്കുന്നുണ്ട് അമ്മ എന്തെങ്കിലും പറയണമെന്ന്. ചെയ്യാൻ പറ്റും. അവൻ ചെയ്തിട്ടില്ല. പിന്നെ ഇതുവരെ ഇന്നത്തെ മനുഷ്യനോട് അമ്മയ്ക്ക് പറയാനുള്ള ഒരു ദൂതൻ. ഇപ്പം തിരുമേനി ഇത്ര വർഷം ജീവിച്ചിരുന്നു. ഓരോ സ്ഥലത്തും പോയി സമൂഹത്തെ അത്ര സേവിക്കുകയും തിരുമേനിയുടെ വാക്കുകളും അതുപോലെ എല്ലാ മഹാത്മാക്കൾക്കും ആ ഒരു ഭാവം ഉണ്ടായി വന്നാൽ അതൊരു മാതൃകയാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മറ്റൊന്ന് ഇപ്പോൾ ബൈബിള് പറയാത്തോ അല്ലെങ്കിൽ മറ്റു ഗ്രന്ഥങ്ങളിലാ മതങ്ങളും പറയാത്തോ ഒന്നുമില്ല. അതുപോലെ ഞാൻ പറഞ്ഞാൽ പറ്റിയില്ലല്ലോ. അപ്പം അതുകൊണ്ട് എന്ത് പറഞ്ഞാലും അവൻ ഉണരണമല്ലോ, അവരുണരണമല്ലോ. നമ്മൾ പറഞ്ഞാൽ പോലല്ലോ, അവരിൽ ഉണരണ്ടേ. അതുകൊണ്ട് തിരുമേനി ആഗ്രഹിച്ചതുപോലെ ഇപ്പം നേരത്തെ പറഞ്ഞു ഗ്രാമം എടുക്കണം, അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്. അങ്ങനെ കണ്ടാൽ ഓരോരുത്തരും ഓരോ കമ്പനികൾ മാതൃകയായി ഓരോ ഗ്രാമങ്ങൾ ദത്തെടുക്കും. അങ്ങനെ ദത്തെടുത്ത് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട വെള്ളം വേണോ, മറ്റുള്ളതാണോ, പഠിപ്പില്ലയോ,
അല്ല പോഷകാഹാര ഗ്രാമത്തിൽ കിട്ടുന്നുണ്ടോ, കുട്ടികളൊക്കെ മരിക്കുന്നുണ്ടോ കേൾക്കുന്നില്ല. അപ്പോൾ ആ പോഷകാഹാരം കിട്ടാനാണ് മരിക്കുന്നത്. ചില ഗ്രാമങ്ങൾ അതുമല്ല, അവർക്ക് പോഷകാഹാരം കിട്ടിയാലും കുടിച്ചിട്ട് വന്ന് ഭാര്യമാരെ ഇടിക്കുക, വയ്ക്കുന്നതിന് അവരെ കഴിക്കാൻ സമ്മതിക്കുന്നില്ല. നമ്മുടെ ഗ്രാമങ്ങളിൽ പോകുന്ന കാരണം സമ്മതിക്കുന്നില്ല. ചിലർ ലഹരിക്ക് അടിമയായിട്ട് കുട്ടികളോട് പോലുള്ള ധർമ്മം വിട്ടിട്ട് അവർ ലൗകികമായതിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഗ്രാമമാണ് ഉദ്ധരിക്കേണ്ടത്. ഗ്രാമത്തിൽ നിന്നാണ് ഇപ്പം എല്ലാവരും പട്ടണ ഡെവലപ്പാക്കണം, അത് വേണം, ധാരാളം ജോലി കിട്ടും. ഇപ്പോൾ പട്ടണത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത ആൾക്കാർ നിൽപ്പുണ്ട്. ഡെവലപ്പാക്കണം, ആ കമ്പനി വേണം, അത് കുറേ പേർക്ക് ജോലി കിട്ടും. പക്ഷേ ഭക്ഷണം കഴിക്കണമല്ലോ, അത് ഗ്രാമത്തിൽ നിന്നല്ലേ വരുന്നത്. ആ ഗ്രാമത്തിൽ ജോലി ചെയ്ത അരിയായാലും മറ്റ് കൃഷിയായാലും ഗ്രാമക്കാർ ചെയ്യുന്നതുകൊണ്ടാണ് പട്ടണത്തിലുള്ള ജീവിക്കുന്നത്. അത് മറക്കുന്നു. ആ ഗ്രാമത്തെ ഉദ്ധരിക്കാൻ ഇത് മറക്കുന്നുണ്ട് പലരും. അപ്പോൾ ഗ്രാമത്തിൽ തന്നെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അവരാണ് നമ്മുടെ ഈ ആരോഗ്യത്തിൻ്റെ ബലമെന്ന് പറഞ്ഞാൽ അവരിൽ നിന്നാണ്. അന്നമാണ് ബലമെന്ന് പറഞ്ഞ പോലെ അവരിൽ നിന്നാണ് നമ്മൾക്കുള്ള ഈ ശക്തി. പക്ഷെ അതുകൊണ്ട് ഗ്രാമം തന്നെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തിരുമേനിയുടെ ആഗ്രഹം സഫലമാകാൻ പരമാത്മാവ് തന്നെ ഞാനും പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും കഴിയട്ടെ എന്ന്. തിരുമേനി എല്ലാ പ്രാവശ്യം വന്ന് പോകുമ്പോൾ ഇവിടെ വന്നിട്ട് പോകുന്ന സമയത്ത് എൻ്റെ മനസ്സിലുള്ള പ്രാർത്ഥന ആരോഗ്യവും ആയുസ്സും എന്നും തിരുമേനിക്ക് ഉണ്ടാകട്ടെ എന്ന് ആണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 99 വയസ്സല്ലേ, കാലവും ജീവിച്ചിരിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം തിരുമേനി. കാരണം തിരുമേനിൻ്റെ വാക്കുകളിൽ കൂടി മറ്റുള്ളവർ ജീവിക്കുന്നു, സന്തോഷിക്കുന്നു, അത് ലൈഫ് കൊണ്ടുവരുന്നു. പക്ഷേ തിരുമേനിയുടെ ആരോഗ്യവും മനഃശക്തിയും ആരോഗ്യവും ഒരിക്കലും അങ്ങാതെ നിലനിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതെല്ലാ പ്രാവശ്യം വന്നു പോകുമ്പോൾ ആഗ്രഹിക്കും. പക്ഷെ അത് ഉപരിയായിട്ട് ഇപ്പോൾ 99 വയസ്സ് അല്ല എക്കാലം ഇരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടി, എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി എന്ന മാർക്സിസത്തിൻ്റെ മനുഷ്യസ്നേഹപരമായ ആ വീക്ഷണം ആണ് എന്നെ മാർക്സിസത്തോട് ആകർഷിച്ചത്. എല്ലാവരെയും കരുതുന്നവരാണോ, അവരോരോരുത്തരും എല്ലാവർക്കും വേണ്ടിയാണോ ജീവിക്കുന്നത് എന്നൊന്ന് ആലോചിക്കണമെന്ന് സാർ എന്നെ ഒന്ന് ഗുണദോഷിക്കുകയായിരുന്നു.